2025 പെർഫോമൻസ് കൊണ്ട് ഒരുപാട് ഞെട്ടിച്ച മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. മികച്ച നടനെ നമുക്ക് പെട്ടെന്ന് അവലോകനം ചെയ്യാം. നിങ്ങൾ മികച്ച നടന്മാരെ സെലക്ട് ചെയ്യുക. എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് തോന്നുന്ന ചിത്രങ്ങളിലെ മികച്ച നടന്മാരുടെ പെർഫോമൻസ് ഞാൻ പെട്ടെന്ന് പറയാം. ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നിലയിലും കുഞ്ചാക്കോ ബോബൻ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. നല്ല രീതിയിൽ അത് കുഞ്ചാക്കോ ബോബൻ അത് കൃത്യമായിട്ട് ചെയ്തു. അത് നല്ല കൈയടി, നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. പൊന്മാൻ ബേസിലിന്റെ അതിഗംഭീര പ്രകടനം, അജീഷ് എന്ന് പറയുന്ന പ്രകടനം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഗംഭീര പ്രകടനമാണ് പൊന്മാനകത്ത് ബേസിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ആ പടത്തിനകത്ത് മാരിയാനോ എന്ന കഥാപാത്രം നമ്മുടെ സജു ഗോപുവും ഗംഭീര വില്ലനായിട്ട് തകർത്താടി പൊന്മാൻ. രേഖാചിത്രം ആസിഫ് അലി നല്ല തന്മയത്വത്തോടുകൂടി ചെയ്ത കഥാപാത്രമാണ്. ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി ആസിഫ് അലിയുടെ മോശമല്ലാത്തൊരു പെർഫോമൻസ് എന്തായാലും ആണ് രേഖാചിത്രം. എക്കോ നമ്മുടെ സന്ദീപ് എന്ന യുവതാരം ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ ഗംഭീര താരമാകുമെന്ന് തെളിയിക്കുന്ന ഒരു വർഷമാണ് എക്കോയിലെ സന്ദീപിന്റെ പ്രകടനം. ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ്. അതുപോലെ തന്നെ റോന്ത് എന്ന് പറഞ്ഞ സിനിമ ദിലീഷ് പോത്തൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ദിലീഷ് പോത്തൻ ഒരേ സമയം ഇമോഷനിലും ഒരേ സമയം രോഷം ഒക്കെ വന്നൊരു കഥാപാത്രം. അതുപോലെ തന്നെ അതിനകത്തെ റോഷന്റെ കഥാപാത്രം എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. തുടരും ഷൺമുഖനും CA ജോർജും അഴിഞ്ഞാടിയ തുടരും. CA ജോർജായിട്ട് പ്രകാശ് വർമ്മയും നമ്മുടെ ഷൺമുഖനായിട്ട് മോഹൻലാലും ഗംഭീരമായിട്ട് അഭിനയിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീര നായകനും വില്ലനും തമ്മിലുള്ള വില്ലനെ കൊല്ലണം എന്നുള്ള ദേഷ്യം തോന്നുന്നത് ഇവരുടെ പെർഫോമൻസ് കൊണ്ടാണ്. അതുകൊണ്ട് മോഹൻലാലും പ്രകാശ് വർമ്മയും ഞാൻ ഒരുപോലെ ചോയ്സ് ചെയ്യുന്നു. അടുത്തത് ഇതേപോലെ രണ്ട് ക്യാരക്ടേഴ്സാണ്. കളങ്ക വല്ലാസി വന്ന് മമ്മൂട്ടി വില്ലനായിട്ട് അഴിഞ്ഞാടിയപ്പോൾ നായകനായി നമ്മുടെ വിനായകനും തകർത്താടി. നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിനകത്ത് മികച്ച നടൻ 2025 ആരാണ്?